നമ്മളെ വിജയങ്ങളെക്കാളും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് വീഴ്ചകളാണ്. ആരെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ എല്ലാ വർഷവും ന്യൂ ഇയർ ഒക്കെ ആകുമ്പം വലിയ മാസ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും, ഓൾമോസ്റ്റ് എല്ലാവരും. പക്ഷെ പലതും തീരുമാനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ, വീണ്ടും പഴുതൊളിഞ്ഞായിരിക്കും പല കാര്യങ്ങളും. പണ്ടാരോ പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ. 2025 എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വലിയ കുഴപ്പമില്ലാതെ തട്ടുമുട്ടി പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം 2025 കുറച്ച് സ്ട്രഗിളിങ് പീരീഡ് ഉള്ള ഒരു വർഷമായിരുന്നു. ഫിനാൻഷ്യലി നല്ല സ്ട്രഗിൾ ആയിരുന്നു. നാട്ടിൽ 2 പ്രാവശ്യം പോയി. 2025 പറയുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലപോലെ ആക്റ്റീവായ ഒരു വർഷമായിരുന്നു. കാരണം ഞാൻ 4 വർഷം മുമ്പാണ് യൂട്യൂബൊക്കെ തുടങ്ങിയെങ്കിലും നല്ലപോലെ ആക്റ്റീവായി തുടങ്ങിയത് ജനുവരി തൊട്ടൊക്കെ. അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ വന്നു. ഒരു 2000 ഫോളോവേഴ്സിലേക്ക് കടന്നത് 20,000 വരെ എത്തിച്ചു. പിന്നെ നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. കാരണം ഒരുപാട് നല്ല കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി, ഒരുപാട് നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നല്ല ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കാൻ പറ്റി, കേക്കുകളൊക്കെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ കുറെ ആൾക്കാരൊക്കെ സഹായിക്കാനൊക്കെ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ആൾക്കാർക്ക് സഹായിക്കാനും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം വന്നു തുടങ്ങിയ ഒരു വർഷമായിരുന്നു. കാരണം യൂട്യൂബും ഫേസ്ബുക്കൊക്കെ മോണിറ്റൈസേഷൻ ആയ ഒരു വർഷമായിരുന്നു. അപ്പൊ ഈ പുതുവർഷമായിട്ട് എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ ഭയങ്കര തീരുമാനങ്ങളൊന്നും എടുത്ത് വലിയ ഡിസിഷനൊന്നും എടുക്കണ്ട. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ പാഷനായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ പുറകെ നിന്ന് കുത്താനും പാര വയ്ക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുവാണെങ്കിൽ ആരെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മളെ കൂടെ വയ്ക്കുന്നവർ തന്നെ ചിലപ്പം പണിയും. അത് പറയാൻ പറ്റില്ല ആരാണ് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അത് സക്സസിലേക്ക് വരുമ്പം നമുക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായി ആരാണ്. അത് ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരാവാം, നാട്ടുകാരാവാം, ചിലപ്പോൾ അടുത്ത് തന്നെ നിൽക്കുന്നവരാവാം. അപ്പം അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. നമ്മളെ വിജയങ്ങളെക്കാളും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് വീഴ്ചകളാണ്. അപ്പൊ നമ്മൾ മാക്സിമം വീഴാതെ മുന്നോട്ട് പോകാൻ നോക്കുക, മാക്സിമം എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ നോക്കുക, എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാവരും നമ്മളെ കൂടെ നിന്ന് സഹായിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു കഴിവ് വെച്ചിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമുക്ക് എന്താണോ ലക്ഷ്യം അത് സക്സസ് ആവാൻ നോക്കുക. അപ്പൊ എന്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പൊ ഈ പുതുവർഷം ഒരു കിടിലം വർഷമാവട്ടെ. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, ഹാപ്പി ആയിട്ട് പോവുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.